ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ദോശയാണ്. വളരെ ഈസി ആയിട്ട് പച്ചരി മാത്രം ഉപയോഗിച്ച് നമുക്കൊരു ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇതിനായി 2 കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടതാണ്. ഓവർനൈറ്റ് വെച്ച് അങ്ങനെ വേണേൽ അങ്ങനെ എടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടാണ് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വെള്ളം അധികമായി പോകുന്ന പ്രശ്നമൊന്നുമില്ല. നമുക്ക് നല്ലപോലെ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അതേപോലെ അരച്ചെടുക്കാം. ഇതിന് ഞാൻ അതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മിക്സിൻ്റെ ജാറൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അതിലേക്ക് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഇതിന് നല്ല പോലെ വെള്ളം വേണം. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നല്ല പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതപ്പം അരച്ചതിലും കൂടുതൽ ഒരു 2 ഗ്ലാസിൻ്റെ അടുത്തോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നല്ല ലൂസായിട്ട് വേണം ഇതിൻ്റെ മാവിരിക്കാൻ. കണ്ടോ, നമ്മുടെ ദോശമാവ് പോലെയല്ല, നല്ല ലൂസായിട്ട് വേണം ഇതിൻ്റെ മാവിരിക്കാൻ. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ദോശമാവിരിക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫുൾ എടുത്തിട്ടില്ല. ഒരു 1/2 ക്യാരറ്റ് ഞാൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, അതും ചെറുതായിട്ട് മുറിച്ചതാണ്. ഒരു 1/2 കഷ്ണം സവാള, അതും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു 2 ബീൻസും ചെറിയതായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി വേണേൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിതാ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് നല്ലപോലെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഇതിൽ വേണ്ടത്. നന്നായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചേർത്തു. ചട്ടി ചൂടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിതാ ഇതിലേക്ക് ഇതേപോലെ വേണം ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ദോശ ഒഴിച്ച് പരത്തുന്ന പോലെയല്ല, കുറച്ചായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പല ഷേപ്പിലാണ് വരിക. ഈ ഒരു ഷേപ്പാണ് അതിൻ്റെ ഒരു ഭംഗി തന്നെ. ഇപ്പം ഇതിൽ നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഇങ്ങനെ കാണാം. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ വരാൻ തുടങ്ങും. അപ്പം ഞാൻ ഒന്ന് അടച്ചു വെച്ചു. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കണം. ആ ഒരു വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ ഒരു ദോശേൻ്റെ ഏറ്റവും ടേസ്റ്റ്. ദോശ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഈ കല്ലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് നമ്മൾ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ഇത്ര ഒരു ടേസ്റ്റ് വരില്ല. നമ്മുടെ ഈ ദോശക്കല്ലിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റ്. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ഷേപ്പൊക്കെ കിട്ടും. പക്ഷേ ആ ഷേപ്പ് കിട്ടിയാലും ഇതേപോലെ നമുക്ക് നന്നായിട്ട് എണ്ണയൊന്നും അതിലങ്ങനെ ആക്കാൻ പറ്റില്ല. ഈ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ എങ്ങനെയായിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരുന്നതാണ് ഈ ദോശേൻ്റെ ഏറ്റവും ടേസ്റ്റ്. കണ്ടോ, നമ്മുടെ ദോശ കാണാൻ എന്തൊരു ഭംഗിയാണ്. നല്ല ഭംഗിയുള്ള ദോശയാണ്. അതേപോലെ നല്ല ടേസ്റ്റിയാണ്. നല്ലപോലെ എണ്ണയാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത്ര ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാതെ ദോശയൊക്കെ കല്ലിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഗാർലിക് ഇട്ട ചമ്മന്തിയാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അതും കൂടെ ചേർത്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.